ഗൈസ് ഒരു കാര്യം പറയട്ടെ, ഇത്രയും നാൾ നമുക്ക് കൊൽക്കത്തൻ ക്ലബ്സ് ആയിട്ടുള്ള മോഹൻ ബഗാനെ ഇപ്പം കഴിഞ്ഞ സീസണുകളൊക്കെ ആയിട്ട് ഈസ്റ്റ് ബംഗാളിനെയും ഭയന്നാൽ മതിയായിരുന്നു. ഇനി ഒരു കൂട്ടരെ കൂടി ഭയക്കണം മറ്റൊരു കൊൽക്കത്തൻ ക്ലബ്ബായിട്ടുള്ള മുഹമ്മദൻസിനെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. മുഹമ്മദൻസ് ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, എന്തിനാണ് ഭയക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെങ്കിലുമൊക്കെ അറിഞ്ഞു കാണും. മുഹമ്മദൻസിൽ ഒരു വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. സ്ട്രാച്ചി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെസ്റ്റ് ബംഗാൾ ബേസ്ഡ് ചെയ്തിട്ട് തന്നെയുള്ളൊരു ഗ്രൂപ്പാണ് മുഹമ്മദനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് 30% ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വരുന്നത്. അതായത് അടുത്ത 3 വർഷത്തിലൊരു 100 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ ഒരു ഗ്രൂപ്പ് മുഹമ്മദൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇനി മോഹൻ ബഗാനെയും ഈസ്റ്റ് ബംഗാളിനെയും മാത്രം ഭയന്നാൽ പോരാ, ഇവരെ കൂടി ഭയക്കണം എന്നുള്ളത്. ഈ ഒരു സ്ട്രാച്ചി ഗ്രൂപ്പ് ഓൾറെഡി സ്പോർട്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടർ തന്നെയാണ്. ഇപ്പം ഈസ്റ്റ് ബംഗാളിൻ്റെ ക്രിക്കറ്റ് ടീം, ഹോക്കി ടീം, അങ്ങനെ രാജസ്ഥാൻ FC അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ അവർ സമീപകാലത്ത് നടത്തിയിട്ടുണ്ട്. അതാണെങ്കിലും സൗരവ് ഗാംഗുലിയാണ് ഇതിൽ ഒരു കീ മാനായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അതായത് മുഹമ്മദിൻ്റെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ ഓൾറെഡി നമുക്കറിയാം ബംഗർ ഹിൽസ് എന്ന് പറയുന്നൊരു ഗ്രൂപ്പിനാണ് ഒരു മെജോറിറ്റി ഷെയർസ് ഒക്കെ മുഹമ്മദൻസിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സീസണേക്കാൾ വരാൻ പോകുന്ന 2 സീസണുകളിലായിരിക്കും ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സിന് ഒക്കെ ഒരു സാധ്യത കാണുന്നതാണ്. കാരണം ഈ ഒരു സീസൺ ഇനി തുടങ്ങാൻ ഒരു 10-45 ദിവസം കൂടിയല്ലേ മാത്രം ബാക്കിയുള്ളൂ. അപ്പം അതിനാണ് ഇനി കൂടുതൽ സാധ്യത എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്കറിയാം കൊൽക്കത്തയിലെ തന്നെ ഏറ്റവും ഒരു പഴക്കം ചെന്ന ക്ലബ്ബുകളിലൊന്നാണ്. ഇപ്പോൾ മോഹൻ ബഗാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്നൊരു ക്ലബ്ബാണ്. മുഹമ്മദൻസൊക്കെ വന്ന് 10-20 വർഷം കഴിഞ്ഞാണ് ഈ ഈസ്റ്റ് ബംഗാൾ പോലും വരുന്നത് എന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഹിസ്റ്റോറിക് ആളുള്ളൊരു ക്ലബ്ബായിരുന്നു. അവർ ഇടക്കാലത്ത് വെച്ച് അവരുടെ പ്രതാപമൊക്കെ ഒന്ന് മങ്ങിപ്പോയിരുന്നു. എന്നാൽ 2019-20 സീസണിലാണ് അവർ വീണ്ടും ഐ ലീഗിലേക്ക് തിരിച്ചെത്തുന്നത്. അതിന് മുമ്പ് വരെ അവരിങ്ങനെ കൽക്കത്ത ഫുട്ബോൾ ഒക്കെ കളിച്ചും അല്ലെങ്കിൽ ഐ ലീഗ് സെക്കൻഡ് ഡിവിഷനൊക്കെ കളിച്ചൊക്കെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പിന്നീടാണ് അവർ മുന്നേറി നടന്നത്. ഓർക്കുക, 4 വർഷങ്ങൾക്ക് മുമ്പ് ഐ ലീഗിൽ പോലും ഇല്ലാത്തൊരു ടീം ഇപ്പോൾ ഇതാ ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നു. അവർക്കൊരു വലിയ തോതിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റും വരുന്നു എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമുക്കറിയാം ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും മോഹൻ ബഗാൻ ആണെങ്കിലും എങ്ങനെയാണ് ISL വന്നത് എന്നുള്ളത്. അപ്പോൾ മോഹൻ ബഗാൻ ATK ആയിട്ടുള്ള ആ ഒരു ടൈപ്പിൻ്റെ പുറത്താണ് ആദ്യം വരുന്നത്. ഈസ്റ്റ് ബംഗാൾ ആണെങ്കിലും ഒരു പ്രൊമോഷനൊന്നും കിട്ടിയല്ല, ആ ഒരു കോർപ്പറേറ്റ് എൻട്രി ആ ഒരു ലെവലിൽ തന്നെയാണ് അവർ വരുന്നത്. അന്ന് ആദ്യം അവർക്ക് ശ്രീ സിമൻസ് ഇൻവെസ്റ്റ് ചെയ്തു, അങ്ങനെയൊക്കെയുള്ള തരത്തിലായിരുന്നു വന്നത്. എന്നാൽ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു പ്രൊമോഷൻ നേടി ആ ഒരു വേയിൽ തന്നെയാണ് വരുന്നത് എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോ ഇനി എന്താണെങ്കിലും ഈ ഒരു പറഞ്ഞ കൊൽക്കത്ത ക്ലബ്സിൻ്റെ ഒരു ആധിപത്യം നമുക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കാണാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കളിക്കാൻ പോകുന്നത് കിഷോർ ഭാരതി സ്റ്റേഡിയത്തിലായിരിക്കും. അതായത് കഴിഞ്ഞ ദിവസം കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചില്ലേ ഡ്യൂറൻ കപ്പിൻ്റെ മത്സരം, അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിലായിരിക്കും കളിക്കുക എന്നുള്ളതാണ്. 12,000 അവിടുത്തെ ഒരു കപ്പാസിറ്റി. ഇനി എന്തെങ്കിലും റെനോവേഷൻസ് ഒക്കെ ഇതിന് ശേഷം നടക്കുമോ എന്നുള്ളതൊന്നും അറിയില്ല. സോ അത് അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള സ്റ്റേഡിയമാണ്. അവിടെ തന്നെ കളിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ സാൾട്ട് ലേക്ക് ഒരു വലിയ സ്റ്റേഡിയം ആയതുകൊണ്ട് മിക്ക മത്സരം നമുക്ക് ആ ഒരു എംറ്റി സ്റ്റേഡിയത്തിൽ കളിക്കുന്ന ഫീലാണ്. അപ്പം മുഹമ്മദിൻ്റെ അത്യാവശ്യം ആരാധകരൊക്കെ ഉള്ള ഒരു കൂട്ടരാണ്. അപ്പം ആ ഒരു 12,000 ഒക്കെ അവർക്ക് എപ്പോഴും ഫില്ല് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഡെർബി മാച്ചസ് വരുമ്പോഴത്തേക്കും അത് സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വെച്ചുമായിരിക്കും നടക്കുക എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്താൽ മറ്റേ കാണിക്കാൻ